നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന് തമിഴ്നാട് ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപനം. ദേശീയപാത അടഞ്ഞതോടെ ഇടുക്കി മൂന്നാറിന്റെ യാത്ര തകർന്ന കൈവരികളുള്ള ഇടുങ്ങിയ പാലത്തിലേക്ക് ചുരുങ്ങി. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ടൗൺ വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ ഓടകളും കലുങ്കുകളും കൃത്യമായ രീതിയിൽ പുനർനിർമ്മിച്ചില്ലെന്ന പരാതിയുമായി അടിമാലി ബസ് ജീവനക്കാർ. ഇടുക്കി ജില്ലാ ആസ്ഥാനമായ ചെറുതോണി ടൗണിൽ പ്രഖ്യാപിച്ച പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന് തമിഴ്നാട് ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപനം. ഇന്ന് അവതരിപ്പിച്ച വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റിലാണ് പരാമർശം. നിലവിലുള്ള കരാറുകൾ, ട്രൈബ്യൂണൽ വിധികൾ, നീതിന്യായ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ജലനിരപ്പ് ഉയർത്തുമെന്നാണ് പ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെ ബാധിച്ചേക്കാവുന്ന മേഘധാതു പദ്ധതി പോലെയുള്ള പദ്ധതികളെ എതിർക്കുന്നതുൾപ്പെടെ തമിഴ്നാടിന്റെ ജലാവകാശങ്ങൾ സംരക്ഷിക്കും. അന്തർ സംസ്ഥാന നദീജല പങ്കുവയ്ക്കലിൽ സംസ്ഥാനത്തിന്റെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കും. ദീർഘകാല ജലസുരക്ഷ ശക്തമാക്കുന്നതിനും കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തൽ, ആനമലയാർ, നല്ലൂർ അണക്കെട്ട് പദ്ധതികളുടെ നടപ്പാക്കൽ, ഗോദാവരി കാവേരി നദീബന്ധന പദ്ധതിയുടെ ദ്രുതഗതിയിലുള്ള പൂർത്തീകരണം എന്നിവയ്ക്കായും സർക്കാർ പരിശ്രമിക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. ദേശീയപാത അടഞ്ഞതോടെ ഇടുക്കി മൂന്നാറിന്റെ യാത്ര ഒരൊറ്റപ്പാലത്തിലേക്ക് ചുരുങ്ങി. തകർന്ന കൈവരികളുള്ള ഇടുങ്ങിയ പാലത്തിലൂടെയാണ് ഇപ്പോൾ ആയിരങ്ങളുടെ യാത്ര. മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കും. മൂന്നാർ CSI പള്ളിക്ക് സമീപം മണ്ണിടിച്ചൽ ഭീഷണിയെ തുടർന്ന് ദേശീയപാതയിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം തുടരുകയാണ്. ഇതോടെ മൂന്നാർ ടൗണിലേക്കും ദേശീയപാതയിലൂടെ മറ്റു പ്രദേശങ്ങളിലേക്കും പോകുവാൻ പോലീസ് സ്റ്റേഷൻ സമീപത്തെ ചെറിയ പാലം മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പാലത്തിന്റെ അപകട സാധ്യത കണക്കിലെടുത്ത് ബസ്സുകളും മറ്റു വലിയ വാഹനങ്ങളും പാലത്തിലൂടെ കടത്തിവിടുന്നില്ല. ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് അനുമതി. എന്നാൽ ഇടുങ്ങിയ പാലവും തകർന്ന കൈവരികളും യാത്രയെ കൂടുതൽ അപകടകരമാക്കുകയാണ്. ഒരേ സമയം വളരെ കുറച്ച് വാഹനങ്ങൾക്ക് മാത്രമേ പാലം കടക്കാൻ കഴിയൂ. വിനോദസഞ്ചാരികളുടെ തിരക്ക് കൂടിയാകുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. ഗതാഗത നിയന്ത്രണം പോലീസിന് വലിയ തലവേദനയായി മാറുന്നു. பழைய மூணார் பாகத்தில் உள்ள CSI சர்ச் பக்கத்தில் மண் இடிஞ்சதுனால இப்போ எல்லா வண்டிகளும் போக்குவரத்து எல்லாமே வந்து நமக்கு மூணார் போலீஸ் ஸ்டேஷன் ஹைவே வழி வந்து ஒரு சின்ன பாலம் இருக்குது. அந்த பாலத்து வழி வந்து போஸ்ட் ஆஃபீஸ் ஜங்ஷனில் போய் ஜாயிண்ட் ஆகுது. இந்த பாலமும் கொஞ்சம் இடிகிற கண்டிஷனில் இருக்குது. ரொம்ப வண்டிகள் ஹெவி வெஹிக்கிள்ஸ், அந்த பெரிய கட்டன்ஸ் லாரியும் பெரிய பெரிய பஸ்களும் வந்து போனுச்சுன்னா ரொம்ப நாளைக்கு அதிக மழை பெய்து கழிஞ்சால் ரொம்ப நாளைக்கு தாக்கு பிடிக்க முடியாது. இந்த பாலம் ரொம்ப அபகடத்தில் இருக்குது. அந்த CSI பக்கத்தில் உள்ள மண் இடிஞ்சல கொஞ்சம் சரியாக்கி செஞ்சு விட்டாச்சுன்னா நமக்கு மெயின் கூட சிட்டிக்கு வர பஸ்ஸுகளும் பொதுமக்களுக்கு வர சின்ன வாகனங்களும் ஆட்டோ ரிக்ஷாவும் எல்லாம் போய் வந்து நல்லா ஈஸியாக இருக்கும். എല്ലാവർക്കും ഇതിനാണ് வந்து തൊഴിൽ രീതിയിൽ ரொம்ப ബാധിക്കக்கூடிയത് ഇருக்கு. മഴ ശക്തമായാൽ നിലവിലെ സാഹചര്യം കൂടുതൽ ഗുരുതരമാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ടൗൺ വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ ഓടകളും കല്ലുകളും കൃത്യമായ രീതിയിൽ പുനർനിർമ്മിച്ചില്ലെന്ന പരാതിയുമായി അടിമാലി ബസ് ജീവനക്കാർ രംഗത്ത്. ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വഴി ഓടകൾ പൊളിച്ചു മാറ്റിയതിനെ തുടർന്നുണ്ടായ വൻ ഗർത്തം സർവീസ് ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് അടിമാലി പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാരും വാഹനങ്ങളും ആശ്രയിക്കുന്ന റോഡാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് റോഡ്. പഞ്ചായത്തിന്റെ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഓടകളിലും കലുങ്കുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്തിരുന്നു. എന്നാൽ കലുങ്കുകൾ കൃത്യമായ രീതിയിൽ പുനർനിർമ്മിക്കാത്തത് റോഡിനെ ആശ്രയിക്കുന്ന ബസ് തൊഴിലാളികൾക്കും മറ്റ് കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. ദിവസേന നിരവധി സർവീസ് ബസ്സുകളടക്കം റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ വീണ് വാഹനങ്ങളുടെ മെയിൻ പ്ലേറ്റുകളടക്കം ഒടിഞ്ഞ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉടമകൾക്കുണ്ടാക്കുന്നതെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. കാലത്തായിട്ട് അടിമാലി ഗ്രാമപഞ്ചായത്ത് ട്രാഫിക് പരിഷ്കരണം വെച്ച് വേയും മാറ്റിയിട്ടുണ്ട്. ഈ ബസ് സ്റ്റാൻഡിന്റെ അകത്തെ അവസ്ഥ എന്നാന്നുള്ള അവർ നോക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഒരു വലിയൊരു ഇത് പറഞ്ഞിട്ട് ബസ്സുകാരാണ് ഇവിടെ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്, എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കണേന്ന്. അടിമാലിന്റെ ദിനംപ്രതി ഈ ബസ് സ്റ്റാൻഡിനകത്ത് വന്ന 1000-ഓളം ആളുകൾ വന്നു പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണിത്. ഇതിനകത്ത് ഈ ഒഴുകി വരുന്ന വെള്ളം, ഇത് മഴ ചാടി വന്ന് കിടക്കുന്ന വെള്ളമല്ല. ഇതിനകത്ത് ഇത് മൂത്രവും
മലിനജലമാണിത്. ഇതിനൊരു ശാശ്വത പരിഹാരം അടിമാലി പഞ്ചായത്തിന് ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റിയിട്ടില്ല. മഴക്കാലമായതോടെ സ്റ്റാൻഡിലേക്ക് വെള്ളം ഒഴുകിയെത്തി കെട്ടിക്കിടക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. വെള്ളക്കെട്ട് മൂലം പകർച്ചവ്യാധികളും മഹാമാരികളും പടർന്നു പിടിക്കുവാനുള്ള സാധ്യതയേറിയാൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും തൊഴിലാളികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നു. ഇതിന് ശക്തമായ മറുപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ ഒരു വാഴ വെച്ച് ഇന്ന് ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പ്രതിഷേധം നടത്തിയിട്ട് പഞ്ചായത്ത് അധികാരികളോടും മറ്റുള്ള PWD അധികാരികളോടും എല്ലാവരും ഇതിനെ നിലവിലെ സ്ഥലപരിമിതി മൂലം 15-ലധികം ബസ്സുകൾ ഒരുമിച്ച് സ്റ്റാൻഡിലെത്തുമ്പോൾ ഗതാഗതക്കുരുക്ക് മാത്രമല്ല, പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിലേക്ക് അകത്തേക്കും പുറത്തേക്കുമുള്ള വഴിയിൽ മാറ്റം വരുത്തിയതും പൊതുജനങ്ങൾക്കും ബസ് ജീവനക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ജീവനക്കാർ ആരോപിക്കുന്നു. വിഷയത്തിൽ പലതവണ പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികാരികൾ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത്. CITU അടിമാലി ബസ് തൊഴിലാളി മേഖലാ പ്രസിഡന്റ് അഖിൽ CR, കൺവീനർ സിദ്ദിഖ് പൊന്നാമ്പല, കേരള കോൺഗ്രസ് B ഇടുക്കി ജില്ലാ യൂത്ത് പ്രസിഡന്റ് സിബി വെള്ളത്തുവൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് ബഹിഷ്കരണം അടക്കമുള്ള ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും തൊഴിലാളി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. സിറ്റി വിഷൻ അടിമാലി. ഇടുക്കി ജില്ലാ ആസ്ഥാനമായ ചെറുതോണി ടൗണിൽ പ്രഖ്യാപിച്ച പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു. ട്രാഫിക് നിയന്ത്രണം കർശനമാക്കുമെന്ന അറിയിപ്പ് വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിലെ പാലത്തിൽ പോലും അനധികൃത പാർക്കിംഗ് തുടരുകയാണ്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കാൽനട യാത്രക്കാരും മറ്റ് വാഹനയാത്രികരും. ഇതാണ് ചെറുതോണി ടൗണിലെ സെൻട്രൽ ജംഗ്ഷൻ. ജില്ലാ ആസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ ഭാഗം ഇതാണ്. പാലത്തിന് മുകളിലാണ് ഒരേ കാർ തുടർച്ചയായി 2 ദിവസമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ട്രാഫിക് നിയന്ത്രണം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ച അതേ സ്ഥലത്താണ് മണിക്കൂറുകളോളം വാഹനം വഴിതടസ്സം സൃഷ്ടിച്ച് കിടക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ പുതിയ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുന്നതിനായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം. വൺ വേ സംവിധാനം, നിശ്ചിത പാർക്കിംഗ് കേന്ദ്രങ്ങൾ, കർശന പരിശോധന, നിയമലംഘനങ്ങൾക്കെതിരെ നടപടി തുടങ്ങിയ പ്രഖ്യാപനങ്ങളെല്ലാം ജലരേഖയായി മാറിയിരിക്കുകയാണ്. ചെറുതോണിയിൽ പുതിയ ട്രാഫിക് കമ്മിറ്റി രൂപീകരിക്കുകയും 1-ാം തീയതി പോലെ അത് നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിലവിൽ ഇതുവരെ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. ചെറുതോണിയിലെ വ്യാപാരികളുടെ വാഹനങ്ങളും മറ്റേ വാഹനങ്ങളും ഇവിടെ വെച്ചിട്ട് തൊടുപുഴയ്ക്കും കട്ടപ്പനയ്ക്കും അതിലെല്ലാം പോയിട്ട് തിരിച്ചു വന്ന് വണ്ടി എടുത്തോണ്ട് പോകുന്ന ആൾക്കാരും ഇവിടെയുണ്ട്. ഇവിടുന്ന് വണ്ടികളുമായിട്ട് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് വണ്ടി തിരിക്കാനോ ഒരാളെ നിർത്തി ഇറക്കാനോ അതിനുള്ള സൗകര്യം കിട്ടുന്നില്ല. വ്യാപാരികളുടെയും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും ഇരുചക്ര വാഹനങ്ങൾ ടൗണിലെ റോഡരികുകളിലും നടപ്പാതകളിലും നിർത്തിയിടുന്നത് കാൽനട യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. പുതിയ ട്രാഫിക് സംവിധാനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ബോർഡുകൾ പോലും ഇതുവരെ ടൗണിൽ സ്ഥാപിച്ചിട്ടില്ല. പാലത്തിന് മുകളിലെ പാർക്കിംഗ് കാരണം ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ എത്തുമ്പോൾ മിനിറ്റുകളോളമാണ് ഇവിടെ ഗതാഗത തടസ്സം ഉണ്ടാകുന്നത്. ഗതാഗത കുരുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന കേന്ദ്രത്തിൽ തന്നെ നിയമലംഘനം തുടരുമ്പോൾ പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ എങ്ങനെ ഫലപ്രദമാകുമെന്നതാണ് നാട്ടുകാർ ചോദിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ നിയമം ബാധകമാക്കി ട്രാഫിക് നിയന്ത്രണം കർശനമായി നടപ്പിലാക്കണമെന്നതാണ് പൊതുജനങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ ഇടുക്കി. ബൈസൺ വാലി കോമാളിക്കുടിക്ക് സമീപം കൊടുംവളവിൽ ലോഡുമായി എത്തിയ ലോറി തലകീഴായി മറിഞ്ഞ അപകടം. തമിഴ്നാട്ടിൽ നിന്നും ലോഡുമായി എത്തിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉൾപ്പെടെ 3 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ്സും ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടിരുന്നു. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് തമിഴ്നാട്ടിൽ നിന്നും ലോഡുമായി എത്തിയ ലോറി ബൈസൺ വാലി കോമാളിക്കുടിക്ക് സമീപമുള്ള കൊടുംവളവിൽ തലകീഴായി മറിഞ്ഞ അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ ഡ്രൈവർ അടക്കം 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പരിക്കേറ്റ ലോറി ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ഭാഗങ്ങളിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെട്ടിരുന്നു. അപകടം നടന്ന ഭാഗത്ത് ഇറക്കത്തോടു കൂടിയ കൊടും വളവായതിനാൽ വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യതയേറെയാണ്. ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെട്ട് റോഡിന് ഇരുവശങ്ങളിലായി ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. കൂടാതെ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും മാങ്കുളത്തേക്ക് ലോഡുമായി പോകുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത്. സിറ്റി വിഷൻ അടിമാലി. ഇടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി.
സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം. 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗോസ്റ്റിൻ തുടങ്ങി നിരവധി ഇനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ് സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വെള്ളപ്പൊക്ക ദുരന്തങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പ്രധാന നദികളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലും എക്കലും നീക്കം ചെയ്യണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആവശ്യപ്പെട്ടു. പ്രധാന നദികളിലെ മണൽ നീക്കം ചെയ്യുന്നത് വഴി സർക്കാരിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ലഭ്യമാകുമെന്നും അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിലടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വെള്ളപ്പൊക്ക ദുരന്തങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പ്രധാന നദികളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലും എക്കലും നീക്കം ചെയ്യുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. 2 ദിവസം അടുപ്പിച്ചു മഴ പെയ്യുമ്പോൾ നദികളിലെ വെള്ളം കവിഞ്ഞൊഴുകുകയും വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് നദികളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ നീക്കം ചെയ്യുന്നതോടുകൂടി പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കേരളത്തിലെ നദികളിലും ഡാമുകളിലും അടിഞ്ഞു കൂടിയിട്ടുള്ള മണൽ എത്രയും വേഗം നീക്കം ചെയ്ത്
അത് നിർമ്മാണ മേഖലയ്ക്ക് ഉതകുന്ന വിധത്തിൽ കൊടുക്കുകയും ഒപ്പം നദികളിലെ കൂടുതൽ വെള്ളം സംഭരിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കി സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. സാൻഡ് ഓഡിറ്റ് നടത്തിയ സംസ്ഥാനത്തെ 8 ജില്ലകളിൽ 13 നദികളിൽ മാത്രം 1.75 കോടി മെട്രിക് ടണ്ണിലധികം മണൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നാണ് മുൻകാല കണക്കുകൾ വ്യക്തമാക്കുന്നത്. അണക്കെട്ടുകളിൽ ഏകദേശം 40% ഭാഗത്തും മണലും എക്കലും നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. നദികളിലും ഡാമുകളിലുമായി ഏകദേശം 50,000 കോടി രൂപയിലേറെ മൂല്യം വരുന്ന മണലും എക്കലുമാണ് ഖനനം ചെയ്യാതെ അടിഞ്ഞുകൂടി കിടക്കുന്നതെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. കൃത്യമായി ഡാമുകളിലെയും നദികളിലെയും അടിഞ്ഞുകൂടി കിടക്കുന്ന മണലും എക്കലും നീക്കം ചെയ്യുന്നത് വഴി ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിക്കുകയും പെട്ടെന്നുണ്ടാകുന്ന മഴയിൽ ഡാമുകൾ നിറയാതിരിക്കുന്നതിന് കാരണമാകും. നദികളിൽ അശാസ്ത്രീയമായ മണൽവാരൽ തടയണമെങ്കിലും ശാസ്ത്രീയമായ രീതിയിൽ മണൽ നീക്കം ചെയ്ത് നദികളുടെ ആഴവും ഒഴുക്കും വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇത് നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കാരണമാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബേബി, നിയോജകമണ്ഡലം പ്രസിഡന്റ് സാൻഡി P മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ശക്തമായ മഴയിൽ വീടിന്റെ പിറകിൽ മണ്ണിടിഞ്ഞ് വീടിന് നാശനഷ്ടം. ഉപ്പുതറ പൊരികണ്ണി മുകളിൽ സണ്ണി വർക്കിയുടെ വീടിന്റെ പിറകുവശത്താണ് മണ്ണിടിഞ്ഞ് വീട് നശിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണാണ് വീടിന് നാശമുണ്ടായത്. ചപ്പാത്ത് പൊരികണ്ണി റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം മഴ പെയ്താൽ റോഡിലൂടെ ഒഴുകുന്ന വെള്ളം മുഴുവൻ വീടിന്റെ പിൻഭാഗത്തേക്ക് ഒലിച്ചിറങ്ങുന്ന അവസ്ഥയാണ്. ഭിത്തിയും ജനലുകളും തകർന്ന് മുറി തുറക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. വീട് പുനർനിർമ്മാണത്തിന് ആവശ്യമായ സഹായം ഉണ്ടാവണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. ഉണ്ടായ കാറ്റിലും മഴയിലും മുകളിൽ ഭാഗത്തുനിന്ന് മണ്ണ് ഇടിഞ്ഞ് ഉരുളുപൊട്ടി മണ്ണിടിഞ്ഞ് റോഡിന്റെ സൈഡ് ഇടിഞ്ഞ് എൻ്റെ പെരയുടെ പുറത്തേക്ക് വീഴുകയും പെരയുടെ പുറത്തുനിന്ന് അകത്തോട്ട് കല്ലും മണ്ണും കൂടെ ഇടിച്ച് കയറ്റി കതക് തുറക്കാൻ മേലാത്ത അവസ്ഥയും ജനലെല്ലാം തകർന്ന് അകത്തോട്ട് കിടക്കുകയാണ് പെരയുടെ. അതുകൊണ്ട് ഈ വീടിന് താമസിക്കാൻ മേലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ വീട്. അതുകൊണ്ട് ഇതിൻ്റെ ഈ മണ്ണ് മാറ്റി വാസ്തുവിദ്യ താമസിക്കാനുള്ളൊരു സഹായം സർക്കാരിൽ നിന്ന് ചെയ്തു തരണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ വശമാണ് ഇടിഞ്ഞത്. അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ ഏത് സമയവും അപകടമുണ്ടാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സിറ്റി വിഷൻ, ഉപ്പുതറ. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ചോർച്ച മൂലം ഒരു കുടുംബം കഴിഞ്ഞ 1 മാസമായി ദുരിതത്തിൽ. ഭൂമിക്കടിയിലൂടെ ചോർന്ന വെള്ളം വീടിന്റെ അടിത്തറയിലേക്ക് കയറി വീട് അപകടാവസ്ഥയിലായിട്ടും പരിഹാരമില്ലെന്നാണ് പരാതി. തേക്കടി തടാകത്തിൽ നിന്ന് കുമളി കുരിശുമലയിലെ ജലസംഭരണ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് ലൈനിലാണ് ചോർച്ചയുണ്ടായത്. ടാങ്കിന് സമീപം താമസിക്കുന്ന മടത്തിപ്പറമ്പിൽ അനീഷാജിയുടെയും 9 അംഗ കുടുംബത്തിന്റെയും വീടിന്റെ അടിത്തറയിലേക്കാണ് വെള്ളം ഇറങ്ങുന്നത്. വീടിന്റെ അടിത്തറയും ചുറ്റുമുള്ള മണ്ണും ബലക്ഷയം നേരിടുന്നതായി കുടുംബം പറയുന്നു. പഞ്ചായത്തിനും വാട്ടർ അതോറിറ്റിക്കും പരാതി നൽകിയതിനെ തുടർന്ന് 3 സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും ചോർച്ച കണ്ടെത്താനായില്ല. അധികൃതരുടെ അനാസ്ഥ മൂലമാണ് പ്രശ്നത്തിന് പരിഹാരമാകാത്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അടിയന്തരമായി ചോർച്ച കണ്ടെത്തി വീടിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി ഞങ്ങളുടെ വീടിന്റെ തറയുടെ അടിയിൽ കൂടെ വെള്ളമെല്ലാം കയറി ഒരു റൂമിന്റെ തറ മൊത്തത്തിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുക്കളയും ഞങ്ങളുടെ പല ഭാഗത്തായിട്ടും വെള്ളം കയറിയിട്ട് നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. 1 മാസത്തിലേറെയായി തുടരുന്ന ഈ ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും വീടിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെടണമെന്നും നാട്ടുകാരും കുടുംബവും ആവശ്യപ്പെടുകയാണ്. സിറ്റി വിഷൻ, കുമളി. ഇടുക്കി ജില്ലയിലെ പോലീസ് ഇൻസ്പെക്ടർമാർക്കായുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി. ജില്ലാ ആസ്ഥാന ക്യാമ്പിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. നസീം IPS നിർവഹിച്ചു. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ SHO സംവിധാനം പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ പോലീസ് ഇൻസ്പെക്ടർമാർക്കായി ജില്ലാ ആസ്ഥാന ക്യാമ്പിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്ന പരിശീലന പരിപാടികൾക്ക് തുടക്കമായി. പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. നസീം IPS നിർവഹിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ സംവിധാനത്തിലേക്കുള്ള ആമുഖം എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കുകയും ചെയ്തു. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സാം ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോഴ്സ് കോർഡിനേറ്റർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ടോണി തോമസ് സ്വാഗതം ആശംസിച്ചു. ആഗസ്റ്റ് 5 മുതൽ 10 വരെ 5 ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലനത്തിൽ പോലീസ് സ്റ്റേഷൻ ഭരണനിർവഹണം, അന്വേഷണ മികവ്, നിയമപരമായ നടപടിക്രമങ്ങൾ, നേതൃത്വ പാഠവും പൊതുജന സേവനങ്ങളുടെ കാര്യക്ഷമത എന്നിവയുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കും. കുറ്റാന്വേഷണങ്ങളുടെ മേൽനോട്ടം എന്ന വിഷയത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ജോയി മാത്യു NM ക്ലാസ് നയിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം.
22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്, 92.5 വെള്ളി ആഭരണങ്ങൾ, എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,460 രൂപ, പവന് 1,07,680 രൂപ, വെള്ളി ഗ്രാമിന് 240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന് തമിഴ്നാട് ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപനം. ദേശീയപാത അടഞ്ഞതോടെ ഇടുക്കി മൂന്നാറിന്റെ യാത്ര തകർന്ന കൈവരികളുള്ള ഇടുങ്ങിയ പാലത്തിലേക്ക് ചുരുങ്ങി. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ടൗൺ വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ ഓടകളും കലുങ്കുകളും കൃത്യമായ രീതിയിൽ പുനർനിർമ്മിച്ചില്ലെന്ന പരാതിയുമായി അടിമാലി ബസ് ജീവനക്കാർ. ഇടുക്കി ജില്ലാ ആസ്ഥാനമായ ചെറുതോണി ടൗണിൽ പ്രഖ്യാപിച്ച പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.